ഭൂമിയിലെ ഏറ്റവും ഉദാരമതിയായ മനുഷ്യൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറബ് രാജാവ് ഹാത്തിം തായ്. ഹാത്തിമിനേക്കാൾ ഉദാരമതിയാകാൻ മറ്റാർക്കും കഴിയില്ലെന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മൾ പറയുന്നു. ഹാത്തിം ആരായിരുന്നു? അറിയണമെങ്കിൽ സൗദി അറേബ്യയിൽ എത്തണം. അറബിക്കഥകൾ എന്നും ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഭ്രമാത്മക കഥകൾ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു. അവിശ്വസനീയമെന്ന് ലോകം അത്ഭുതപ്പെട്ട കഥകൾ പലതും സത്യമെന്ന് തെളിയിക്കുന്നതാണ് ഈ ചരിത്ര ശേഷിപ്പുകൾ. റിയാദിൽ നിന്നും 600ഓളം കിലോമീറ്റർ അകലെയുള്ള ഹായിൽ എന്ന അത്ഭുത ലോകവും ഹത്തീം എന്ന അത്ഭുത മനുഷ്യനും. മലനിരകളിൽ ചുറ്റിക്കറങ്ങുന്ന കാറ്റും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കോട്ടകൾക്ക് സമാനമായ ശേഷിപ്പുകളും കുറെ ചരിത്രവും അതിലധികം മനുഷ്യ നന്മകളും സഞ്ചാരികളോട് പങ്കിടും. സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്ത് അജാസ് സൽമ പർവ്വതനിരകൾക്കിടയിലെ ഹായിൽ ഹത്തീം അൽ തായി എന്ന അത്ഭുത മനുഷ്യൻ ജീവിച്ച ഇടം. ഔദാര്യത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകേട്ട ഹത്തീം വാചാലനായ കവിയും ഷമ്മാറിലെ ഭരണകർത്താവുമായിരുന്നു. തായ് ഗോത്രാംഗമായ ഹത്തീം 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. ബാഗ്ദാദിൽ നിന്ന് സിറിയ പോലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ജിദ്ദയിലേക്ക് ഉള്ള കച്ചവട കാരവാൻസ് അത് നീങ്ങുന്ന ഒരു ഇടത്താവളമായിരുന്നു ഈ ഹൈൽ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് അന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ഈ യാത്രക്കാർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് വളരെ ധർമ്മിഷ്ഠനായൊരു വ്യക്തിയായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം അടയാളപ്പെടുത്താൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഒരു വലിയൊരു മലയുടെ മുകളിൽ വലിയ തീ കത്തിച്ച് ഇവിടെ ആണ് ഈ സ്ഥലമെന്ന് അടയാളപ്പെടുത്തിയിരുന്ന അത്രക്കും പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. മരുഭൂമിയിൽ ദിക്കറിയാതെ പെട്ടുപോകുന്നവരെ സ്വാഗതം ചെയ്യാൻ രാത്രികാലങ്ങളിൽ മലമുകളിൽ തീ കത്തിച്ച് മാടി വിളിച്ചു ഹത്തീം. തളർച്ചയും വിശപ്പും മാറ്റി വിശ്രമിച്ച് യാത്ര തുടരാൻ സൗകര്യമൊരുക്കി. ചോദിക്കാതെ തന്നെ കയ്യിലുള്ളതെല്ലാം അവർക്ക് ദാനം ചെയ്തു. ഹത്തീമിനേക്കാൾ ഉദാരമതിയാകാൻ മറ്റൊരാൾക്ക് കഴിയില്ലെന്ന് അറബ് ലോകം അങ്ങനെ പറഞ്ഞു തുടങ്ങി. ഹാത്തിം തായെ കുറിച്ച് ഞാൻ വന്ന കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ധർമ്മിഷ്ഠതയെക്കുറിച്ചും ഈ ആൾക്കാർ ഇതിലെ കൂടി പോകുമ്പോഴൊക്കെ അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ വന്ന കാലം മുതലേ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇത്രയും പഴക്കമുള്ള ഈ ഒരു പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും ഇവിടെ വരാറുണ്ട്. ഹാത്തിം തായെക്കുറിച്ച് ഹിന്ദിയിൽ 2 ഫിലിം വന്നിട്ടുണ്ട്. അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാത്തിം തായ്. കല്ലും മണലും കൊണ്ട് പടുത്തുയർത്തി ഈന്തപ്പനയുടെ തടിയും ഓലയും കൊണ്ട് മേൽക്കൂരയൊരുക്കിയ കെട്ടിടങ്ങൾ. ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും മക്കയിലേക്ക് കച്ചവടത്തിന് ഒട്ടകപ്പുറത്തു പോകുന്ന സഞ്ചാരികൾ ഹായിൽ ഇടത്താവളമാക്കി. വയറും മനസ്സും നിറച്ചാണ് അവർ ഹായിൽ നിന്നും യാത്ര തുടർന്നത്. യാത്രയിൽ കാണുന്നവരോടെല്ലാം അവർ ഹത്തീമിന്റെ കഥകൾ ചൊല്ലി, നന്മകൾ പങ്കിട്ടു. ഹാത്തിം തായ് എന്ന് പറഞ്ഞ ഈ സ്ഥലം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പണ്ടുകാലത്ത് മദീന, മക്ക എന്നീ സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് ആവശ്യാർത്ഥം ആളുകൾ ഇതിൽ കടന്നു പോകുമ്പോൾ ഒരിടത്താവളമായിട്ടാണ് ഈ ഒരു സ്ഥലം ആളുകൾ കണ്ടിരുന്നത്. ഇവിടെ ജീവിച്ചിരുന്ന ഹാത്തിം തായ് അദ്ദേഹം മറ്റുള്ളവർക്ക് ഇതിലെ പോകുന്ന യാത്രക്കാർക്ക് ആഹാരവും പാർപ്പിടവും താമസ സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും 100 കണക്കിന് സന്ദർശകരാണ് ഹത്തീമിന്റെ ചരിത്രവും നന്മകളും അറിയാൻ ഹായിൽ എത്തുന്നത്. ഹത്തീം ഒരുക്കിയിരുന്നതുപോലെ സഞ്ചാരികൾക്ക് എല്ലാ സൗകര്യങ്ങളും സൗദി ഭരണകൂടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ, ശവക്കല്ലറകൾ, ചരിത്രത്തിന്റെ അണയാത്ത ഓർമ്മപ്പെടുത്തലുകൾ അടുത്തറിയാൻ ഇവിടെ എത്തണം. ഹായിൽ പ്രവിശ്യയിൽ നിന്നും 55 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹാത്തിം തായിയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. ഇവിടെ ഹാത്തിം തായിയുടെ കബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകന്റെ കാലത്തിന് മുന്നേ
ജനിച്ച ഒരു കവി കൂടിയാണ് ഇദ്ദേഹം. അറബിക്കഥകൾ എന്തുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്ന സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ് ഹായിലും ഹത്തീമും. ഇവിടെ ഇങ്ങനെ കുറെ പച്ച മനുഷ്യരുണ്ടായിരുന്നു. ഇതുപോലെ ഉദാരമതികളാകാനും സ്നേഹിക്കാനും ഇവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് കാലവും ചരിത്രവും ഹത്തീം അൽ തായിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്.